ഇക്കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലാണ് PV അൻവർ MLA എടവണ്ണയിലെ റിദാൻ വധക്കേസുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഇടപെടലിനെ കുറിച്ചായിരുന്നു PV അൻവർ MLA ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു കേസുമായി ബന്ധമുള്ളെന്ന കാര്യത്തിൽ കുടുംബത്തിന് ഇപ്പോഴും അവ്യക്തതയുണ്ടെന്നായിരുന്നു PV MLA വ്യക്തമാക്കിയിരുന്നത്. അതായത് കൊല്ലപ്പെട്ട റിദാൻ ബാസിലിന്റെ കുടുംബം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം MLAയോട് സൂചിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് റിദാൻ ബാസിൽ കൊല്ലപ്പെട്ട എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസ് ആണെങ്കിലും കേസന്വേഷണം നടത്തിയിരുന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇപ്പോഴും ഒരു വ്യക്തത തന്നിട്ടില്ല എന്നാണ് കുടുംബം ഉന്നയിച്ചിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് റിദാൻ ബാസിലിന്റെ കുടുംബത്തോടൊപ്പമാണ്. റിദാൻ ബാസിലിന്റെ പിതാവിന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ എനിക്കൊപ്പം ചേരുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള അവ്യക്തതയാണ് നിലനിൽക്കുന്നത്? അതായത് നമുക്ക് നമ്മുടെ മകൻ മരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മകനെ കൊന്ന അത് ഷാൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി നമ്മളെ മകനെ അവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയതാണ്. ഒരു 10:30 മണിക്ക് ഫോൺ ചെയ്യുകയാണ് നമ്മളെ വീട്ടിൽ തന്നെ, റിദാൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അതേപോലെ തന്നെ ഒരു ബൈക്കിൽ വേറെ 2 ആൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവനെ അവിടെ ആക്കി പോന്നിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മളോട് അവൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് അതിൻ്റെ പിന്നിൽ അവൻ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ വേറെ ആളുകളും ഉണ്ട് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. MLA പറയുന്ന കാര്യത്തിൽ ഈ ഒരു സംഭവത്തിന് ശേഷം, റിദാൻ കൊല്ലപ്പെട്ടതിന് ശേഷം റിദാന്റെ ഭാര്യയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിനെതിരെ ക്രൂരമായി ഭാര്യയെ മർദ്ദിച്ചിരുന്നു. പല കാര്യങ്ങളും മനഃപൂർവ്വം അടിച്ച് സമ്മതിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു എന്നൊക്കെ MLA പറയുന്നുണ്ട്. അത് സത്യമാണ്. എന്തുകൊണ്ട് ചോദിച്ചാൽ അത് അന്ന് മരണപ്പെട്ട അന്ന് രാത്രിയും പിറ്റേന്ന് രാവിലെ വന്ന് അതേപോലെ ഒരു 3-4 മണിക്കൂർ കൊണ്ടുപോയി നിലമ്പൂർ കൊണ്ടുപോയി അവർ ചോദ്യം ചെയ്യുകയും എൻ്റെ വൈഫിനെ അടിച്ച് നല്ലവണ്ണം അടിച്ച്, അതേപോലെ ബൂട്ടിട്ട് കാലിന് ചവിട്ടി മുടി പിടിച്ച് വലിച്ച് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ പല ശ്രമങ്ങളും ശ്രമിച്ചിട്ടും ഇതിൻ്റെയൊക്കെ ഒരു നല്ല അന്വേഷണം നമുക്ക് വേണമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു സംഭവത്തിലെ അതായത് ഷാൻ ഈ കേസുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നേരിട്ട് തന്നെ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ സംഭവത്തിന് ശേഷം കുറ്റപത്രം ഉൾപ്പെടെ പോലീസ് സമർപ്പിച്ചതിന് ശേഷം പോലീസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ചിത്രം ഷാനും അതുപോലെ തന്നെ ഈ ബാസിലിന്റെ വൈഫും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പേരിലാണ് ഷാൻ കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അത് പോലീസ് കെട്ടിച്ചമച്ചൊരു കഥയാണ് എന്നുള്ളത്. കെട്ടിച്ചമച്ച കഥ തന്നെയാണത്. അതായത് 100% നമുക്കറിയാം. കാരണം അത് ഒരിക്കലും അങ്ങനെയല്ല. കാരണം പക്ഷെ എന്നാലും നമ്മൾ ഷാന് ഇതിൽ പങ്കില്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഷാനാണ് ഇവിടുന്ന് വിളിച്ചു കൊണ്ടുപോയത്. ആ മലയിലേക്ക് വേറെ 2 പേര് അവിടെ ഉണ്ടെന്നില്ല പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനെ ഉറ്റ സുഹൃത്താണെന്നുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കണ്ടേ. അവൻ്റെ 2 പേര് അവിടെ വന്ന് അവരെന്താ സംസാരിക്കുന്നു, ഞാൻ ഇറങ്ങിപ്പോന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരിക്കലും അവൻ ചെയ്യാൻ പാടില്ല. കാരണം അവനെ തന്നെ ഇതിന്റെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ തനിച്ച് എങ്ങോട്ടും പോകരുത്, എന്റെ കൂടെ അല്ലാതെ വേറെ ആരും കൂടെ പോകരുത് എന്നൊക്കെ പറഞ്ഞു. പോലീസ് അത്തരം ഒരു കഥയുണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് ഈ ഡാൻസപ്പ് ഈ വിഷയം ഉണ്ടല്ലോ, ഇത് കൊണ്ടോട്ടി ഇപ്പോൾ MDMന്റെ കേസിൽ ഇവൻ നിരപരാധിയാണ്. അത് ഈ വേറെ അതിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പിന്നെ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. ഒരു ഷോപ്പിംഗ് സെന്ററിൽ വെച്ചിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനും ഇവന്റെ റിദാന്റെ ഭാര്യയും കൂടി നിന്ന സമയം എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ. എന്ത് വിശേഷം, നിങ്ങളൊക്കെ അല്ലേ എന്നെ പെടുത്തിയത്. പോലീസുമായി ചേർന്ന് നടത്തിയ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കൃത്യം എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ അത് അന്വേഷിക്കുക തന്നെ വേണം. കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. നമ്മളെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ CBI അന്വേഷിക്കണം. നമ്മൾ ആവശ്യപ്പെടുന്നത് അതാണ്, CBI അന്വേഷിക്കണം. അല്ലാതെ ഒരു രീതിയിൽ നമുക്ക് ഇതിൽ വിശ്വാസമല്ല. കാരണം നമുക്ക് ആരാണ് കൊല ചെയ്തത്, എന്തിനു വേണ്ടി, അവരെ മോട്ടിവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത്രയും കാലം ഞങ്ങൾ നിറവേച്ച് ജീവിക്കുക. കാരണം സമൂഹത്തിന്റെ മുമ്പിലും അവന് ഞങ്ങളെ മകൻ ഒരു MDMA, പക്ഷേ ഇത് നിരപരാധിയാണെന്നില്ല ഞങ്ങൾ പോലും ആദ്യം വിശ്വസിച്ചില്ല. അവന്റെ നിരപരാധിത്വം പിന്നീടാണ് നമ്മൾ അറിയുന്നത്. അപ്പോഴേക്കും നമുക്കുണ്ടായിരുന്ന വളരെ വിഷമമുണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നല്ലേ. അവൻ പറഞ്ഞത് അവന് ജാമ്യം കിട്ടിയ പിറ്റേന്ന് തന്നെ അറിഞ്ഞു പിന്നെ നമുക്കിതിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം നമ്മളെ വക്കീൽ പറഞ്ഞു, ഇപ്പം നിങ്ങൾ അതിനൊന്നും പോകണ്ട, ആദ്യം ഇവന് ഒന്ന് രക്ഷപ്പെട്ട് ഈ കേസുമായിട്ട് ഒന്ന് പിന്നെ രക്ഷപ്പെട്ട് പറഞ്ഞു, എന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഐഫോണാണ്, ഒന്ന് മറ്റുള്ളൊരു സാധാ ഫോണാണ്. ഈ ഐഫോണിലാണ് ഇവൻ്റെ എല്ലാ തെളിവുകളും ഉള്ളത്. അത് എൻ്റെ അടുത്ത് വന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഐഫോണിൻ്റെ ഉള്ളിലുണ്ട്. ഏറ്റവും വലിയ പിന്നെ ഒരു പ്രമുഖർ മൊത്തം ഇതിൽ
പെടും എന്നുള്ള ഒരു സൂചന അന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫോൺ ഇപ്പോൾ മൊബൈലിന്റെ പോലീസിന്റെ കയ്യിലുണ്ട് എന്നാണ് നിങ്ങൾ? അല്ല ഇത് ഇപ്പൊ ഈ കൊന്ന ഷാൻ എന്ന് പറയുന്ന വ്യക്തിന്റെ കയ്യിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവൻ എവിടെയോ ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് പോലീസിനോട് പറഞ്ഞിട്ടാണ്, പോലീസിനോട് പറഞ്ഞ് പൊയിൽ എറിഞ്ഞു എന്ന് പറയും. നമുക്കതൊന്നും വിശ്വാസമില്ല. ഇത്രയും വലിയ ടെക്നോളജി വളർന്ന ആപ്പിൾ ഫോണിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ കിട്ടാൻ ഇന്ന് എല്ലാ മാർഗങ്ങളും ഉണ്ട്. അതൊന്നും എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? അതിന്റെ ബാക്കിലേക്ക് പോലീസ് എന്തുകൊണ്ട് പോകാൻ ഇല്ല? എസ്.പിന്റെ വാക്കിൽ ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ടുണ്ട്, അത് ഇപ്പോൾ കൂട്ടി വായിക്കുകയാണ്. ഏത്, നിങ്ങളെ മോൻ വലിയൊരു നല്ലൊരാളൊന്നുമല്ല, ഞങ്ങൾക്ക് അതൊക്കെ അറിയായിരുന്നു, ഞങ്ങൾ അവനെ പൊക്കാൻ നിന്നായിരുന്നു. അത് എന്താ ഈ സംഭവം? ഇപ്പം ഞാൻ തരുന്ന വീഡിയോ ആണ്. ഏത്, ഇവൻ ഈ ഡാൻസ് ആപ്പ് ചെയ്ത കാര്യങ്ങൾ. ഈ ഡാൻസ് ആപ്പാണ് ശരിക്ക് ഇതിലെ ഇവനെ ഇങ്ങനെ കുടുക്കി അവന്റെ ജീവിതം ശരിക്ക് ഇതാക്കിയത്. SP പറഞ്ഞ കാര്യം എന്തായിരുന്നു? SP അതായത് ഞങ്ങൾ ഈ ഷാൻ പറഞ്ഞതുപോലെയാണ് SP പറയുന്നത്. കാരണം ഞങ്ങൾ ഇത് സെറ്റിൽ ചെയ്യും. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഈ കുടുംബമായിട്ട് 40 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ സെറ്റിൽ ചെയ്യും. ഈ സെറ്റിൽ ചെയ്യാൻ നിങ്ങൾ കൂട്ടി നിൽക്കുമോ എന്നാണ് ഞങ്ങളോട് ചോദിച്ചത്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് പണമല്ല, ഞങ്ങൾക്ക് പണത്തിന് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ സത്യം പുറത്തു വരണം. അതിന് ഇപ്പോൾ PV അൻവർ MLA പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ നിരവധി വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിലാണ് കുടുംബം ഇതിൽ ദുരൂഹത ആരോപിക്കുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണമാണ് റിദാൻ ബാസിന്റെ കുടുംബം ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട പരാതി തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുമെന്നുള്ളതാണ് കുടുംബം റിപ്പോർട്ടർ ചാനലിനോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.